അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാനുള്ളത് അതിമഹത്തായ ഒരു അറിവാണ്. എല്ലാ ദിവസവും ചില പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഇനി പറയാൻ പോകുന്ന ഈ സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നേട്ടവും അതുപോലെ തന്നെ നിങ്ങളെ ഈ സൂറത്ത് ഉന്നതിയിൽ എത്തിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പല അത്ഭുതങ്ങളും സംഭവിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എല്ലാ ദിവസവും ഈ ചില പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളിൽ, അതായത് സൂറത്ത് യാസീൻ സുബഹിക്ക് ശേഷം കൃത്യമായിട്ട് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ സുബഹിക്ക് ശേഷം നിങ്ങൾ പതിവാക്കുക. ഒന്നാമതായിട്ട് സൂറത്ത് യാസീനാണ് സുബഹിക്ക് ശേഷം പതിവാക്കേണ്ടത്. അടുത്തത് ലുഹറിന് ശേഷം, അതായത് ലുഹറ് നിസ്കാര ശേഷം സൂറത്ത് ദുഖാനാണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ എല്ലാവർക്കും അറിയുവാൻ വേണ്ടിയിട്ട് ആ സൂറത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അസറിന് ശേഷം ചൊല്ലേണ്ടത് സൂറത്ത് റഹ്മാനാണ്. ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും അസറിന് ശേഷം പാരായണം ചെയ്യുക. മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം സൂറത്ത് വാഖിഅ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ നമ്മുടെ ദാരിദ്ര്യവും നമുക്ക് വരാനിരിക്കുന്ന നേട്ടങ്ങളും നമുക്ക് സാധ്യമാകാൻ സാധിക്കും. ദാരിദ്ര്യം ഇല്ലാതാകുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇശാഇന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. നമ്മുടെ ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശിക്ഷകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുക. അതായത് ഇങ്ങനെ ഈ സമയങ്ങളിൽ ഈ സൂറത്തുകൾ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ്. അതുപോലെ തന്നെ വലിയ ഉന്നതങ്ങളിൽ എത്തിപ്പെടും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ സൂറത്തുകളെല്ലാം തന്നെ പതിവാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ കാര്യമായി എടുത്ത് എല്ലാ ദിവസവും ഈ സമയങ്ങളിൽ ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് റിപ്ലൈ തരാത്തത് സമയപരിമിതി മൂലമാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ദുആയും അല്ലാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.